വർഷങ്ങളായി താമസിക്കുന്ന മണ്ണിൽ നിന്ന് കുടിയൊഴിക്കണമെന്ന ഉത്തരവിനെ തുടർന്ന് പകച്ചു നിൽക്കുകയാണ് കാസർകോട്ടെ ലക്ഷ്മി അമ്മയും കുടുംബവും. മറ്റൊരു സ്ഥലം അനുവദിച്ചിട്ടുണ്ടെന്ന് കാണിച്ചാണ് കുടികിടപ്പ് അവകാശത്തിനായി വർഷങ്ങളായി നിയമ പോരാട്ടം നടത്തുന്നത്. ഭൂമിയിൽ നിന്ന് ഒഴിയാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതോടെ കുടുംബം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. എന്നാൽ കുടുംബത്തിന് ഇതുവരെ ഭൂമി അനുവദിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ. ചെറിയ പൊടിക്കുഞ്ഞ് മക്കളെയും കൊണ്ട് വന്നതല്ലേ വന്നിരുന്നത്. ഒരു ദിക്കും ദശയില്ലാതെ മാതിരിയായിട്ട് ദേശാന്തരി വരെയായിട്ട് ഇനിയിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോവേ. കാസർഗോഡ് നഗരമധ്യത്തിൽ ചന്ദ്രഗിരി ജംഗ്ഷനടുത്തുള്ള നായക്സ് റോഡിൽ താമസിക്കുന്ന 90-കാരിയായ കെ ലക്ഷ്മിയമ്മയും കുടുംബവും പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങാനാണ് തഹസിൽദാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. കാസർഗോഡ് വില്ലേജിലെ സർവേ നമ്പർ 89/11-ൽപ്പെട്ട 23 സെന്റ് സ്ഥലത്താണ് ലക്ഷ്മിയമ്മയും മകൾ കമലാക്ഷിയും മകന്റെ ഭാര്യ ചിത്രയും അവരുടെ 3 മക്കളും കഴിയുന്നത്. നിലവിലുള്ള സ്ഥലത്ത് നിന്ന് ഒഴിയുമ്പോൾ പകരം അനുവദിച്ച ഭൂമിയുടെ സർവേ നമ്പർ ഉൾപ്പെടെ നോട്ടീസിൽ നൽകിയിരുന്നു. എന്നാൽ ഇവർക്ക് എവിടെയും ഭൂമി അനുവദിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടി. ഇങ്ങനെ ഭൂമി അനുവദിച്ചതിന്റെ രേഖകൾ ഫയലിലില്ലെന്ന് RDOയും പറയുന്നു. കുടിയിറക്കിയാൽ സ്വന്തമായി സ്ഥലമില്ലാതെ എങ്ങോട്ട് പോകുമെന്നാണ് കുടുംബം ചോദിക്കുന്നത്. കുടിയൊഴിയണം, 3 ദിവസത്തിനുള്ളിൽ കുടിയൊഴിഞ്ഞ് പോകണം എന്നുള്ള നോട്ടീസ് ഞങ്ങൾ കൈപ്പറ്റിയത്. പക്ഷെങ്കിലും പോകാനുള്ള ഒരു വഴി ഞങ്ങൾക്കില്ല. മുന്നോട്ട് വേറെ സ്ഥലവും ഇല്ല. ഞങ്ങൾ ഈ 6 മക്കളെ പേരിൽ നോക്കിയാലും മനസ്സിലാവും, ഒരു സ്ഥലം പുറമേ ഞങ്ങൾക്കില്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയാധാരമല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാരണം ഒരു വാടക വീട് എടുത്ത് ജീവിക്കാനുള്ള ചുറ്റുപാട് പോലും നമുക്കില്ല. വർഷങ്ങളായി താമസിക്കുന്ന ഭൂമിയിൽ 10 സെന്റിന്റെ കുടികിടപ്പ് അവകാശം നൽകണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി കുടുംബം നിയമപോരാട്ടം നടത്തുന്നുണ്ട്. റവന്യൂ മന്ത്രിക്കും അപേക്ഷ നൽകിയിട്ടുണ്ട്. താമസിക്കുന്ന ഭൂമിക്ക് രേഖ ലഭിക്കാനുള്ള നിയമപോരാട്ടത്തിനിടെ ഭർത്താവ് മരണപ്പെട്ടു. 3 ആൺമക്കൾ അപകടത്തിലും മരിച്ചു. 2023 മെയ് 25-ന് കുടുംബത്തിന് അനുകൂലമായ വിധി ലഭിച്ചിരുന്നു. ഇതുപ്രകാരം ഭൂമിക്ക് പട്ടയം അനുവദിക്കുന്നതിനുള്ള നടപടികൾ നടന്നു വരികയായിരുന്നു. ഇതിനിടയിൽ നിലവിൽ ഭൂമിക്ക് അവകാശം ഉന്നയിച്ച വ്യക്തിക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി വന്നതാണ് തിരിച്ചടിയായത്. ഈ വിധിയനുസരിച്ചാണ് സ്ഥലം ഒഴിഞ്ഞു നൽകണമെന്ന തഹസിൽദാർ നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിയമ നടപടികൾ നടക്കുന്നതിനാൽ പൊളിഞ്ഞു വീഴാറായ വീടൊന്ന് പുതുക്കിപ്പണിയാനോ ലൈഫ് പദ്ധതിയില്ല വീടിനായി അപേക്ഷ നൽകാനോ സാധിച്ചിട്ടില്ല. കുടികിടപ്പ് അവകാശം നേടിയെടുക്കുന്നതിനായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള വഴി തേടുകയാണിവർ. കുടിയിറങ്ങേണ്ടി വന്നാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത ഈ മനുഷ്യർക്കറിയില്ല. കാസർഗോഡ് നിന്നും ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.